ഹലോ, നമ്മുടെ ഈ വീക്കിലെ സ്റ്റോക്ക് സെലക്ഷൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മുടെ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസ് ഫസ്റ്റ്. ഈ വീക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെയല്ല, മാർക്കറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് വന്നത്. വളരെ ഓപ്പോസിറ്റ് ആണ് വന്നത്. നമുക്ക് കാണാൻ ഇവിടെ ഒരു ഹെവി ഫോളാണ് മാർക്കറ്റിൽ നമുക്ക് ലഭിച്ചത്. ഓക്കെ, പക്ഷേങ്കിൽ സ്റ്റോക്ക് നല്ലൊരു ഒ ബി ലെവൽസിലാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് ബാങ്ക് നിഫ്റ്റി നോക്കിയാൽ ഇപ്പോൾ 48,734 ലെവൽസിലാണ് ആസ് ഓഫ് നൗ മാർക്കറ്റ് സർവൈവ് ചെയ്യുന്നത്. ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് കൂടെ തന്നെ ഒരു ഫിയർ ഫാക്ടറും കൂടി ആയതുകൊണ്ടാണ് മാർക്കറ്റ് ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്. സോ മാക്സിമം അധികം പൊസിഷൻസ് റീറ്റെയിൻ ചെയ്യാതിരിക്കുക, അതാണ് ഈ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം ഈ വീക്കിൽ എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യാന്നുള്ളത്. ഒരു കൺസോൾട്ടേഷനോട് കൂടിയ ചെറിയൊരു അപ്പ് മൂവ് ആണ് ഈ വീക്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. നിഫ്റ്റി നോക്കിയാൽ 23,431 ലെവൽസിലാണ് നിഫ്റ്റി ആസ് ഓഫ് നൗ ഉള്ളത്. നിഫ്റ്റി പക്ഷേങ്കിൽ നമ്മുടെ ഒരു സോൺ വിട്ട് പോയില്ല. പ്രീവിയസ് ഒ ബി തന്നെയാണ് നിഫ്റ്റി ഇപ്പോൾ സർവൈവ് ചെയ്യുന്നത്. ആൻഡ് നിഫ്റ്റി അതുകൊണ്ട് തന്നെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെയാണ് നിഫ്റ്റിക്ക് ആസ് ഓഫ് നൗ ഉള്ളത്. പക്ഷേങ്കിൽ ഒരു ഹെവി ബുള്ളിഷ് മൂവ് ഒന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ചെറിയൊരു ബുള്ളിഷ്നെസ് ഈ വീക്കിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഒരു കൺഫർമേഷൻ ഇവിടെ നമുക്ക് പറയാൻ പറ്റില്ല, ബിക്കോസ് കുറേ ഗ്ലോബൽ ഫാക്ടേഴ്സും കൂടി ഇതിന് കാരണമാകും. അമേരിക്ക ഇലക്ഷൻ റിസൾട്ടും കാര്യങ്ങളൊക്കെയാണ്. സോ അതും നമ്മുടെ ഈ വീക്കിൽ നിഫ്റ്റിനെ എന്തായാലും ബാധിക്കാൻ പോകുന്നുണ്ട്. സോ നമ്മുടെ ഈ വീക്കിലേക്കുള്ള ഫസ്റ്റ് സ്റ്റോക്കാണ് ട്രാൻസ് വേൾഡ് ഷിപ്പ് ലൈൻസ്. നമ്മൾ ലാസ്റ്റ് വീക്കിൽ സെലക്ട് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ്. ട്രാൻസ് വേൾഡ് നോക്കിയാൽ നമുക്കിവിടെ നല്ലൊരു ഒ ബിയിലാണ് സ്റ്റോക്ക് ആസ് ഓഫ് നൗ ഉള്ളത്. സോ ഈ ഒ ബി തന്നെ നമ്മുടെ എൻട്രി കൺസിഡർ ചെയ്യാം. 400 ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് 380 ലെവൽസിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനീഷ്യൽ ടാർഗറ്റ് പ്രീവിയസ് ഹൈയും, അതിനുശേഷമുള്ള ടാർഗറ്റ് 540 ലെവൽസുമാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് മാരുതി. നമുക്ക് നോക്കിയാൽ കാണാം നല്ലൊരു അപ്പ് മൂവ് തന്നു. അതിനുശേഷം മാർക്കറ്റ് സ്റ്റോക്ക് ചെറുതായിട്ടൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാണ്. പക്ഷേ മാരുതി ബാക്ക് ടു 11,200 ലെവൽസിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഏതൊരു ആ ലെവൽ അല്ലെങ്കിൽ താഴെ നമ്മുടെ ബാക്ക് ടു നമ്മുടെ സോൺ, ഈ സോണിലേക്ക് തന്നെ പ്രൈസ് വരാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. 10,986 ലെവൽസാണ്. സോ ആ ലെവലിൽ വരുന്നത് നമ്മൾ എൻട്രി കൺസിഡർ ചെയ്യും. ആൻഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരിക സോണിൻ്റെ താഴെയാണ്. 10,600 ലെവൽസാണ്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 12,800 ലെവൽസിലേക്ക് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് വരും. ഓക്കെ, സോ നമ്മുടെ തേർഡ് സ്റ്റോക്കാണ് LTM ആണ് നമ്മുടെ തേർഡ് സ്റ്റോക്ക്. അത്ര ഒരു കൺഫർമേഷൻ കൂടുതലില്ലാത്തൊരു സ്റ്റോക്കാണ്. സോ ഇത് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ വെക്കുക. നിങ്ങളെ എൻട്രി പാറ്റേണെല്ലാം മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുത്താൽ മതി. ഒരു ബ്രേക്ക് ഔട്ടാണ് ഇപ്പോൾ സ്റ്റോക്ക് തന്നിട്ടുള്ളത്. എൻട്രി വരുമ്പോൾ നമുക്ക് ഈ ലെവൽ 6120 ലെവൽസിനാണ് എൻട്രി വരിക. സ്റ്റോപ്പ് ലോസ് 5679 വരും. വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. അതുപോലെ ചെറിയ ടാർഗറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഈ സ്റ്റോക്ക് വാച്ച് ലിസ്റ്റ് ഇട്ടാൽ മതി. എൻട്രി അത്ര സജസ്റ്റബിൾ അല്ല. ഒരു റീട്രേസ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി കൺഫർമേഷൻ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ വിപ്രോ നോക്കിയാൽ ഒരു നല്ല ട്രെൻഡ് ലൈൻ സപ്പോർട്ടാണ് സ്റ്റോക്ക് ഉള്ളത്. ഈ സപ്പോർട്ട് തന്നെ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. പക്ഷേ വിപ്രോയിലും നല്ല റിസ്ക് ഉണ്ട്. കാരണം മാർക്കറ്റ് റിവേഴ്സ് പോലെ വിപ്രോ ഈ ഒരു ലെവൽസിലുള്ള ലിക്വിഡിറ്റിയും കാര്യങ്ങളൊക്കെ, ഒരു ഫേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് താഴേക്ക് വന്നിട്ട് എടുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസും കൂടുതലാണ്. സോ 300 ലെവൽസാണ് എൻട്രി, 285 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, 345 ആണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് എംഫസിസ് ലിമിറ്റഡ്. സ്റ്റോക്ക് നോക്കിയാൽ ഒരു കൺസോൾട്ടേഷൻ ആണ്. നമ്മുടെ സോണിന്ന് റിവേഴ്സിൽ വന്നിട്ടുള്ള കൺസോൾട്ടേഷൻ ആണ്. ഈ ബ്രേക്കിൽ നമുക്ക് എൻട്രി എടുക്കാം. 2961 സോണിന്റെ താഴെ നമ്മുടെ SL മെയിൻറ്റെയിൻ ചെയ്യാം. 2797 1:3 നമ്മുടെ ഇനീഷ്യൽ ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. 2450. ഓക്കെ, ഈ വീക്കിൽ മാക്സിമം എല്ലാ പൊസിഷൻസും അധികം വലിയ ക്വാണ്ടിറ്റി പോകാത്തതാണ് നല്ലത്. ട്രാൻസ്ഫേർഡ് ഷിപ്പ് ലൈൻസ് ആണ് കുറച്ചുകൂടി ഒരു പ്രോബിലിറ്റി ഉള്ളത്. അതും പറയാൻ പറ്റില്ല. നമുക്ക് നല്ലൊരു ഫേക്ക് ഔട്ട്, ഇവിടെ ഒരു ലിക്വിഡിറ്റി ഹണ്ട് വന്നാൽ ഈ സ്റ്റോക്കിന്റെ സ്റ്റോപ്പ് ലോസും കൂടി ഈസി ആയിട്ട് എടുത്തേക്കാം. സ്ട്രിക്ട്ലി റെക്കമെൻഡിങ് ഇല്ല ഈ വീക്കിൽ. നമുക്ക് ഒബ്സർവ് ചെയ്യാം എങ്ങനെയാണ് ഈ വീക്കിൽ മാർക്കറ്റ് പെർഫോം ചെയ്യാന്നുള്ളത്. ഓക്കെ, പിന്നെ എൻട്രി ചെയ്യുന്നതിൽ തന്നെ വളരെ ചെറിയ പൊസിഷനിൽ റിസ്ക് മാനേജ് ആയിട്ട് എൻട്രി ചെയ്യാം. ഓക്കെ, സോ പുതിയ വീഡിയോ അടുത്ത ആഴ്ച കാണാം. താങ്ക് യു.